ലോകകപ്പ് കൊണ്ട് ഉപകാരങ്ങളില്ലേ? ലോകകപ്പ് കൊണ്ട് വലിയ ഉപകാരങ്ങളുണ്ട്. ഒരു ലോകകപ്പിന്റെ സീസൺ കഴിയുന്നതിലൂടെ TV സംപ്രേഷണത്തിലൂടെയും ടിക്കറ്റിലൂടെയും പരസ്യത്തിലൂടെയും ലൈസൻസിലൂടെയൊക്കെ ആയിട്ട് 88,500 കോടി രൂപയാണ് ഫിഫയ്ക്ക് വരുമാനമായി ലഭിക്കുന്നത്. 88,500 കോടി രൂപയാണ്. ഇതിൽ 48 ടീമുകൾക്ക് ഒരുക്കങ്ങൾക്കായി 600 കോടി രൂപ നൽകുന്നു. ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും ഉൾപ്പെടെ ഒന്നാം റൗണ്ടിൽ പുറത്തായ ടീമുകൾക്കുൾപ്പെടെ കൊടുക്കുന്ന സമ്മാന തുക എന്ന് പറയുന്നത് ഏകദേശം വരുന്നത് 5,450 കോടി രൂപയാണ്. അങ്ങനെ നോക്കിയാൽ ആകെ ചിലവെന്ന് പറയുന്നത് 6,050 കോടി രൂപ. ഒരു ലോകകപ്പ് കഴിയുന്ന സമയത്ത് അവശേഷിക്കുന്ന സംഖ്യ 82,450 കോടി രൂപ. ഇതിൽ അതിന്റെ ഒഫീഷ്യൽസിനോടുള്ള സാലറിയും മറ്റ് സ്റ്റേഡിയത്തിന്റെ ചിലവുകളും അതുപോലെയുള്ള ഉദ്ഘാടന സമാപന ചടങ്ങുകൾ ഇതെല്ലാം എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ ചിലവുകളൊക്കെ കഴിച്ചാൽ ഒരു വർഷത്തെ 4 വർഷം കൂടി വരുമ്പോൾ വരുന്ന ലോകകപ്പ് തീരുന്ന സമയത്ത് 60,000 കോടിയിലധികം രൂപയാണ് ലാഭമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ലോകകപ്പിന്റെ പിന്നാലെ നടക്കുന്ന ടീമുകൾക്ക് ഇത് നഷ്ടമല്ല, കളിക്കാർക്ക് ഇത് നഷ്ടമല്ല. വലിയ രൂപത്തിലുള്ള സാമ്പത്തികം അവർക്ക് ലഭിക്കുന്നു. അവരുടെ ജീവിതത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക ഭദ്രത ഇതിൽ നിന്ന് കൈവരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ഇതിനു വേണ്ടി എല്ലാ നിലക്കും നമ്മുടെ സമ്പത്ത്, ആരോഗ്യമൊക്കെ ചെലവഴിക്കുന്ന നമ്മുടെ ബെനിഫിറ്റ് എന്താണ് എന്ന് ചിന്തിക്കണം. നമ്മൾ വിവേകമുള്ളവരാണല്ലോ. ഇങ്ങനെ ഒരു കളിപ്രാന്തിന്റെ പിന്നാലെ പോകുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യം എന്താണ്? തെരുവോരങ്ങളിൽ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും സ്ഥാപിക്കുന്നതിലൂടെ നമുക്കെന്ത് ബെനിഫിറ്റാണ് ലഭിക്കുന്നത്? നമ്മൾ ബേസിക്കലി വിശ്വാസികളാണ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ കാര്യങ്ങൾ നമുക്ക് രണ്ട് ലോകത്തും ഉപകാരമുള്ള കാര്യമാവണം. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നുണ്ട്. ആ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ എണ്ണിയത് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ എന്നുള്ളതാണ്. സമയത്തെ ഇല്ലാതാക്കുന്ന, സമ്പത്തിനെ ഇല്ലാതാക്കുന്ന ലഗ്വിനെ തൊട്ട് അവർ ശ്രദ്ധാലുക്കളാണ്, അതിനെ തൊട്ട് സൂക്ഷിക്കുന്നവരാണ് എന്നുള്ളതാണ്. നമ്മുടെ എത്ര സമ്പത്താണ് ഇതിനു വേണ്ടി നമ്മൾ ചിലവഴിച്ചത്. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു ടീം 400 അടിയുടെ ഫ്ലെക്സ് വെച്ചപ്പോഴേക്ക് തൊട്ടപ്പുറത്ത് 600 അടിയുടെ ഫ്ലെക്സ് വെക്കുകയാണ്. എന്ത് ബെനിഫിറ്റ് കിട്ടി? അവിടെയാണ് അതേ ജില്ലയിൽ തന്നെ മറ്റൊരു ഗ്രാമത്തിലെ ആ നാട്ടിലുള്ള എല്ലാ ടീമിന്റെയും ആരാധകർ ചേർന്നുകൊണ്ട് അവര് ഫ്ലെക്സ് വെക്കാനുള്ള ക്യാഷ് സ്വരൂപിക്കുന്നു. 10,000 രൂപ സ്വരൂപിക്കുന്നു. അതിന്റെ അപ്പുറത്തുള്ള അഗതി അനാഥ മന്ദിരത്തിൽ പോയി അവിടെയുള്ള കുരുന്നുകൾക്ക് പാഠപുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കുന്നു. അവിടെയുള്ള കുരുന്നുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, കളിക്കോപ്പുകൾ മേടിച്ചു കൊടുക്കുന്നു. അവരാ കൊടുക്കുന്നതിലൂടെ ആ കുരുന്നുകളുടെ മുഖത്ത് പുഞ്ചിരി തെളിയുന്നു. ആ ഒരു പ്രവർത്തനത്തിലൂടെ ആ പ്രിയപ്പെട്ട കുട്ടികൾ, ആ പ്രിയപ്പെട്ട യുവാക്കൾ ദുനിയാവിലും ആഖിറത്തിലും വലിയ സന്തോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഏതാഘോഷമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ദുനിയാവിന് മാത്രം ബെനിഫിറ്റ് ഉണ്ടായാൽ പോരാ, ആഖിറത്തിന് കൂടി ബെനിഫിറ്റ് വേണം. അതുകൊണ്ട് നിർബന്ധമായും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്.